Welcome to the YouTube channel of Farooq Higher Secondary School, Farooq College. സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം RK സാർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്. പ്രിയ വിദ്യാർത്ഥികളെ, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ COVID-19 പിടിയിലാണ്, അതല്ലെങ്കിൽ കൊറോണ വൈറസിന്റെ പിടിയിലാക്കപ്പെട്ടിരിക്കുകയാണ്. എന്റെ പ്രിയ വിദ്യാർത്ഥികൾ സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നോക്കാം, LKG ക്ലാസ് മുതൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി നിങ്ങളിരിക്കുന്ന +2 തലം വരെയുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഇന്നുവരെ ഇത്രത്തോളം ഒരു കാല പീരീഡിൽ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോടൊത്ത് നിങ്ങളുടെ വീട്ടിനകത്ത് കഴിഞ്ഞ ഒരു സമയം ഉണ്ടാവില്ല. ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഒരുപാട് സുവർണ അവസരങ്ങൾ വീട്ടിനകത്ത് നിങ്ങളുടെ പാരന്റ്സോടൊത്ത് ഉണ്ടായിട്ടുണ്ടായേക്കാം. വീട്ടിനകത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പാരന്റ്സും നിങ്ങളുടെ സഹോദരങ്ങളും മാത്രമുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് സുന്ദര നിമിഷങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാവാം. നല്ല നല്ല മനോഹരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ ചില സമയത്തെങ്കിലും ഒരു നെഗറ്റീവ് ഇംപ്രഷൻ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോഴൊക്കെ ഈ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് നൽകിയിട്ടുണ്ടാവാം. എനിവേ, നിങ്ങളൊരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ചില ശകാരങ്ങളായിരിക്കാം. അവൻ ഒന്നിനും കൊള്ളില്ല, ഒന്നും പഠിക്കില്ല, ഏതു നേരം മൊബൈലിന് അഡിക്റ്റ് ആയിരിക്കുന്നു, ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ ത്രൂ ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ ക്ലാസ്സുകൾ കേൾക്കാൻ അവൻ തയ്യാറല്ല, പറഞ്ഞത് തീരെ അനുസരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ നിത്യജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിട്ടുണ്ടായിരിക്കാം. ഈ ഒരു അവസരത്തിൽ എനിക്ക് ചെറിയ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹം. എല്ലാരും ചൊല്ലണം കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. അതെ, എല്ലാരും പറയുന്നു. പ്രത്യേകിച്ച് എന്റെ പാരന്റ്സ്, എന്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഞാനൊരു ചീത്ത കുട്ടിയാണ്, ഒന്നിനും കൊള്ളരുതാത്തവനാണ്, പറഞ്ഞതനുസരിക്കാത്തവനാണ്, ഏതു നേരം മൊബൈലിന് അഡിക്റ്റ് ആയി നിൽക്കുന്നവനാണ്, ഓൺലൈൻ ക്ലാസ്സുകൾ ത്രൂ ഔട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കാൻ പറഞ്ഞാൽ അതനുസരിക്കാത്തവനാണ്. പക്ഷേ ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യാ. യഥാർത്ഥത്തിൽ അവനെ കാണേണ്ട രീതിയിൽ ഞാനൊന്ന് കണ്ടു നോക്കിയപ്പോൾ, അവനെ സ്പർശിക്കേണ്ട രീതിയിൽ ഞാനൊന്ന് സ്പർശിച്ചു നോക്കിയപ്പോൾ, അവനെ ലാളിക്കേണ്ട രീതിയിൽ ഞാനൊന്ന് ലാളിച്ചു നോക്കിയപ്പോൾ, നല്ലൊരു മനസ്സിനുടമയായിരുന്നു എന്റെ കുട്ടി. നല്ല കുട്ടിയാണ്, പറഞ്ഞത് അനുസരിക്കുന്നവനാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്റെ പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു കോവിഡ് കാല പീരീഡ് ഒരുപക്ഷെ ഒരുപാട് നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ദേഷ്യപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊരു പക്ഷേ പാരന്റ്സിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ളതായിരുന്നു. നേരെ തിരിച്ചുമാവാം, പാരന്റ്സ് നിങ്ങളെ ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണോ അവിടെയും ഒരു പക്ഷേ പാളിച്ച സംഭവിച്ചിട്ടുണ്ടായേക്കാം. ഏതായാലും ഈ ഒരു അനുഭവം COVID-19 പശ്ചാത്തലത്തിൽ നമുക്ക് കിട്ടിയ ഈ ഒരു അനുഭവം
ജീവിതത്തിൽ പകർത്താൻ പറ്റിയ വലിയൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെയാവട്ടെ ഈ അക്കാഡമിക് ഇയറിന്റെ തുടക്കം. ഇത് ജീവിതത്തിൽ എക്കാലത്തും നല്ലൊരു അനുഭവമായി നിങ്ങൾക്ക് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പാഠഭാഗങ്ങളിലേക്ക് നീങ്ങുന്നു. നോക്കാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഞാൻ കൈകാര്യം ചെയ്തത് ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള പേപ്പറായിരുന്നു. സെക്കൻഡ് ഇയറിനകത്തും നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള പേപ്പർ തന്നെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസ് പഠിച്ച സമയത്ത് 10th കഴിഞ്ഞ് ഒരു കൊമേഴ്സിനെ കുറിച്ചോ ബിസിനസിനെ കുറിച്ചോ ഒന്നും അറിയാതെ എന്റെ മുന്നിൽ വന്ന നിങ്ങൾക്ക് മുന്നിൽ എന്താണ് ബിസിനസ്, എന്താണ് കൊമേഴ്സ്, എങ്ങനെ ഒരു ബിസിനസ് നടത്താം, അതിന്റെ ഫിനാൻസുകൾ ഏതെല്ലാം രീതിയിലുണ്ട്, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരിത്തിരി കൂടി ഇമ്പോർട്ടൻസ് നൽകേണ്ട, പ്രാധാന്യം നൽകേണ്ട ഭാഗമാണ് സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നോക്കാം. നമ്മുടെ ഈ സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിനകത്ത് 13 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 13 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിലൂടെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ സ്വഭാവവും പ്രാധാന്യവും എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ സ്വഭാവവും പ്രാധാന്യവും എന്നുള്ള ഒന്നാമത്തെ പാഠഭാഗം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് ഒരു ബിസിനസ് മാനേജ്മെന്റ് എന്ത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. മാനേജ്മെന്റിനെ പല രീതിയിലായിട്ട് നമുക്ക് പറയാം. എല്ലായിടങ്ങളും യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് മാനേജ്മെന്റ് എന്നുള്ള ഫിനോമിന ഉണ്ടെന്ന് പറയാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിനകത്ത് ഏറ്റവും നല്ല അനുസരണശീലമുള്ള സൽസ്വഭാവിയായിട്ടുള്ള ഒരു കുട്ടി വളർന്നു വരുന്നു, നല്ല പെരുമാറ്റം കാണിക്കുന്ന ഒരു കുട്ടി വളർന്നു വരുന്നു. അവിടെ നമുക്ക് മനസ്സിലാക്കാം നല്ലൊരു മാനേജ്മെന്റ് അവിടെ ഉണ്ട്. അഥവാ അവിടുത്തെ മാനേജേഴ്സ് ആരായിരിക്കും? ആരാ? യെസ്, നോക്കാം. നമ്മുടെ ഉപ്പയാവാം, അല്ലെങ്കിൽ ഉമ്മയാവാം, അച്ഛനാവാം, അമ്മയാവാം. ഇവര് നന്നായിട്ട് മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ അവിടെ ഉണ്ടായത്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ബിസിനസ്സിനകത്തൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് തന്നെയാണ് ഒരു ബിസിനസ്സിൽ നല്ല മാനേജ്മെന്റ് ഉണ്ട്, അതല്ലെങ്കിൽ എഫിഷ്യന്റ് മാനേജ്മെന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ഏറ്റവും നല്ല റിസൾട്ടിലൂടെയാണ്. അതല്ലെങ്കിൽ ഏറ്റവും നന്നായി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എങ്കിൽ ആ സ്ഥാപനം നല്ല മാനേജ്മെന്റ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യക്ഷമമായ ഒരു മാനേജ്മെന്റ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മാനേജ്മെന്റിനെ കുറിച്ച് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നൽകിയത് മേരി പാർക്കർ ഫോളറ്റ് എന്നുള്ള ഓതറാണ്. മേരി പാർക്കർ ഫോളറ്റ് അദ്ദേഹം പറയുന്നു, മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, മാനേജ്മെന്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മറ്റുള്ള ആളുകളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന ഒരു കലയാണ് മാനേജ്മെന്റ്. മറ്റുള്ള ആളുകളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന ഒരു കലയാണ് മാനേജ്മെന്റ് എന്ന് അദ്ദേഹം പറയുന്നു. തുടർന്ന് ഈ ചാപ്റ്ററിനകത്ത്
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് എന്നു പറഞ്ഞിരുന്നു, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് എന്തെന്ന് പറയുന്നു, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ലാസ്റ്റ്ലി കോർഡിനേഷൻ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരും. നോക്കാം. നമ്പർ 2 അഥവാ സെക്കൻഡ് ചാപ്റ്ററിലൂടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള പാഠഭാഗം പഠിക്കുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ തത്വങ്ങൾ എന്നുള്ള പേരിലാണ് ഈ പാഠഭാഗം അറിയപ്പെടുന്നത്. നോക്കാം. ഇതിൽ ഫേമസ് ആയിട്ടുള്ള 2 ഓതേഴ്സിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ആളുടെ പേര് FW ടൈലർ എന്നുള്ളതാണ്. അദ്ദേഹം സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന FW ടൈലർ പഠിപ്പിച്ചു തരുന്ന 5 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ മോഡേൺ മാനേജ്മെന്റിന്റെ അതല്ലെങ്കിൽ ജനറൽ മാനേജ്മെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഹെൻറി ഫയോൾ അദ്ദേഹത്തിന്റെ 14 പ്രിൻസിപ്പിൾസിലൂടെയാണ് മാനേജ്മെന്റ് തത്വങ്ങളെ പറഞ്ഞു തരുന്നത്. നോക്കാം. ഈ ഒരു ചാപ്റ്ററിനകത്ത് FW ടൈലറെ കുറിച്ചും ഹെൻറി ഫയോളിന്റെ കുറിച്ചിട്ടും ഇവർ രണ്ടുപേരുടെയും പ്രിൻസിപ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. നോക്കാം. നമ്പർ 3 തേർഡ് ചാപ്റ്ററിലൂടെ നമുക്ക് പറയാനുള്ളത് ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ളതാണ്. ബിസിനസ് എൻവയോൺമെന്റ് അഥവാ ബിസിനസിന്റെ പരിതസ്ഥിതി അതല്ലെങ്കിൽ പരിസ്ഥിതി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ബിസിനസ് എൻവയോൺമെന്റ് ഈസ് ദി അഗ്രിഗേറ്റ് ഓഫ് all conditions, events, influence that surround and affect it. Listen. Business environment is the aggregate of all conditions, events, influence that surround and affect it. ബിസിനസ് പ്രവർത്തനത്തെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ, സംഭവങ്ങൾ, സ്വാധീനങ്ങൾ എന്നിവയുടെ ആകെ തുകയെ പറയുന്ന പേരാണ് ബിസിനസ് എൻവയോൺമെന്റ്. ശ്രദ്ധിക്കുക. ബിസിനസ് പ്രവർത്തനങ്ങളുടെ ചുറ്റി നിൽക്കുന്ന അതല്ലെങ്കിൽ ബാധിക്കുന്ന സംഭവങ്ങൾ, സാഹചര്യങ്ങൾ, സ്വാധീനങ്ങൾ എന്നിവയെ ആകെ പറയുന്ന പേരാണ് ബിസിനസ് എൻവയോൺമെന്റ്. നോക്കാം. ഈ ഒരു ചാപ്റ്ററിലൂടെ ഒരു ബിസിനസിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് എല്ലാം തന്നെ ഈ ചാപ്റ്ററിലൂടെ പറഞ്ഞിരുന്നു. അഥവാ ഒരു ബിസിനസ് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ അതിനെ ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് പറയപ്പെടുന്നു. ഈ ഒരു ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. നോക്കാം. 4th ചാപ്റ്റർ ഓൺവേർഡ്സ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിന്റെ തുടർച്ചയായിട്ട് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ഏരിയ നമുക്ക് അവിടെ പറയപ്പെടുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസിനെ നമുക്ക് 5 ക്ലാസിഫൈ ചെയ്യാം. നോക്കാം. മാനേജ്മെന്റ് ഫങ്ഷനുകൾ പ്ലാനിംഗ്. നമ്പർ 1 പ്ലാനിംഗ്, നമ്പർ 2 ഓർഗനൈസിംഗ്, നമ്പർ 3 സ്റ്റാഫിംഗ്, നമ്പർ 4 ഡയറക്റ്റിംഗ്, നമ്പർ 5 കൺട്രോളിംഗ് എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നു. നോക്കാം. ഇനി വരാനിരിക്കുന്ന 5 ചാപ്റ്ററുകളിലായിട്ട് ഈ ഓരോ ഫംഗ്ഷനെയും നമുക്ക് പറഞ്ഞു തരുന്നു. ഇവിടെ ഈ ഓരോ ചാപ്റ്ററിനകത്തും എന്താണ് പ്ലാനിങ്, എന്താണ് ഓർഗനൈസിങ്, എന്താണ് സ്റ്റാഫിങ്, എന്താണ് ഡയറക്റ്റിംഗ്, എന്താണ് കൺട്രോളിംഗ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തരുന്നു. ഞാനൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഈ ഫങ്ഷൻസ് എന്ത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക. ഞാനൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് മാനേജ്മെന്റ് ഫങ്ഷൻസിനെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം.
ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു സംഘം മാനേജ്മെന്റ് എക്സ്പേർട്സ് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് എത്തുന്നു. നോക്കാം. ഇവര് കേരളത്തിലെത്തിയ സമയത്ത് അവർക്ക് കാണാൻ കഴിഞ്ഞത് എവിടെയും റെഗുലർ ക്ലാസുകൾ നടക്കുന്നില്ല, അഥവാ സ്കൂളുകളൊന്നും ഓപ്പൺ അല്ല. ഒരു സ്കൂളുകളിലും റെഗുലർ ക്ലാസുകൾ നടക്കുന്നതായിട്ടും കാണുന്നില്ല. പക്ഷെ എല്ലായിടങ്ങളിലും കുട്ടികൾ പഠിക്കുന്നുണ്ട് ത്രൂ ഓൺലൈൻ ക്ലാസ്സിലൂടെ കുട്ടികൾ എല്ലാവരും പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ഈ എക്സ്പേർട്സ് ചിന്തിക്കുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. മിക്ക കുട്ടികൾക്കും ഇത്തരം ഓൺലൈൻ ക്ലാസുകൾ കാണാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തൊരവസ്ഥ. അതൊരു പക്ഷേ മൊബൈലുകൾ ഇല്ലാത്തതാവാം, അതല്ലെങ്കിൽ മിക്കയിടങ്ങളിലും നെറ്റ്വർക്കിന്റെ പ്രോബ്ലംസ് എന്നുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ കേരളത്തിൽ ഈ എക്സ്പേർട്സുകൾ കണ്ടു കഴിഞ്ഞത്. അങ്ങനെ ഈ മാനേജ്മെന്റ് എക്സ്പേർട്സ് ഒരു പുതിയ ആശയത്തിലേക്ക് എത്തുന്നു. അഥവാ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് 2 ലക്ഷം മൊബൈലുകൾ അവർ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ നെറ്റ്വർക്ക് പാക്കേജ് ഉള്ള ഒരു മിനിമം കോസ്റ്റിൽ എല്ലാ കുട്ടികൾക്കും അവൈലബിൾ ആക്കുന്ന തരത്തിൽ മൊബൈൽ പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ആശയം. ഇതിനു വേണ്ടിയിട്ട് 2 ലക്ഷം മൊബൈലുകൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇവർ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ തീരുമാനിക്കുന്നതിനെ പറയുന്ന പേരാണ് പ്ലാനിംഗ്. അവരതിനെ ആസൂത്രണം ചെയ്തു. നോക്കാം, നമ്മൾ ഇവിടെ ഒന്നാമത്തെ ഫംഗ്ഷൻ പറയപ്പെട്ടു. പ്ലാനിംഗ് അഥവാ ആസൂത്രണം അവർ ചെയ്തു. നോക്കാം, ഇനി ഈ ഫാക്ടറികൾക്ക് വേണ്ട, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് വേണ്ട മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് ഇവർ പർച്ചേസ് ചെയ്തു. അതല്ലെങ്കിൽ യന്ത്ര സാമഗ്രികൾ ഇവർ വാങ്ങിക്കുന്നു. ഇവിടെയാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള ഓർഗനൈസിംഗ് നടക്കുന്നത്. വ്യത്യസ്ത വിഭവങ്ങളെ അവർ സംഘടിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള ഓർഗനൈസിംഗ് അഥവാ വ്യത്യസ്ത വിഭവങ്ങളെ ഇവർ സംഘടിപ്പിക്കുന്നു. ഇത് മാത്രം പോരാ, മറിച്ചോ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിന് വേണ്ട യന്ത്ര സാഹചര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കി. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യാൻ ഒരുപാട് സ്കിൽഡ് ലേബേഴ്സിനെ അവർക്ക് ആവശ്യമുണ്ട്. അഥവാ കഴിവുള്ള ഒരുപാട് തൊഴിലാളികളെ ഇവർക്ക് ആവശ്യമുണ്ട്. ഇതിനുവേണ്ടി വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നും കഴിവുള്ള തൊഴിലാളികളെ അവർ കണ്ടെത്തുകയും സ്ഥാപനത്തിലേക്ക് വേണ്ടി അവർ റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു. ഇവിടെയാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റാഫിംഗ് നടക്കുന്നത്. നോക്കാം, അഥവാ ഉദ്യോഗവൽക്കരണം. സ്റ്റാഫിംഗ് അഥവാ ഉദ്യോഗവൽക്കരണം. ഇത്രയും ആയാൽ മാത്രം പോരാ. നോക്കാം, ലക്ഷ്യങ്ങൾ നേടുന്നതിനും ഗുണമേന്മ നിലനിർത്തുന്നതിനും വേണ്ടി അവർ നിരന്തരം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണ് ഫോർത്ത് ഫംഗ്ഷൻ ആയിട്ടുള്ള ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ നിർദ്ദേശിക്കൽ, കാര്യനിർവഹണം എന്നുള്ള ഫംഗ്ഷൻ നടക്കുന്നത്. നോക്കാം, ഗുണമേന്മ നിലനിർത്തുവാനും ലക്ഷ്യം നേടുന്നതിനും വേണ്ടി നിരന്തരം നിർദ്ദേശങ്ങൾ നൽകുന്നിടത്ത് ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷനിൽ എത്തുന്നു. അതല്ലെങ്കിൽ നിർദ്ദേശിക്കൽ എന്നുള്ള ഫംഗ്ഷൻ, ഫോർത്ത് ഫംഗ്ഷൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ വരും. ഇത്രയും കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, മുൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തികളും നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ എക്സ്പേർട്സിന്റെ ഒരു നിർബന്ധമായിരുന്നു. ഇവിടെയാണ് കൺട്രോളിംഗ്,
നിയന്ത്രണം എന്നുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കൽ എന്നുള്ള ഫംഗ്ഷൻ അഞ്ചാമത്തെ ഫംഗ്ഷനിലേക്ക് കയറി വരും. നോക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റിന്റെ 5 ഫംഗ്ഷൻ ഈ 5 ചാപ്റ്ററുകളിലൂടെ നമുക്ക് പറഞ്ഞിരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ 3 ചാപ്റ്ററും ഇപ്പൊ വന്ന 5 ചാപ്റ്റർ കൂടിയായിട്ട് 8ാമത്തെ ചാപ്റ്ററിലൂടെ കൺട്രോളിംഗ് പറയുന്നു. ശേഷം 9th ചാപ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള ടോപ്പിക് നമുക്ക് പറഞ്ഞിരുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ദെയർ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ദ ബിസിനസ്. ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡീൽസ് വിത്ത് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ദെയർ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ദ ബിസിനസ്. ബിസിനസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുക. നോക്കാം. ഫിനാൻസ് ഈസ് ദി ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമായിരുന്നു. ഫിനാൻസ് ഈസ് ദി ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ഇവിടെ ഫണ്ട് കണ്ടെത്തുകയും അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക, സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്നിടത്താണ് വ്യക്തമായിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടക്കുന്നത് എന്നുള്ള കാര്യം ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പറഞ്ഞു തരും. നോക്കാം. നെക്സ്റ്റ് 10th ചാപ്റ്ററിലൂടെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് ദി ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് സച്ച് ആസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എക്സെട്ര. നോക്കാം. ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ടുള്ള ഷെയർസിനെയും ഡിബഞ്ചേഴ്സിനെയും ബോണ്ട്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്നിവയെ കുറിച്ചിട്ട് ഈ ചാപ്റ്ററിലൂടെ പറഞ്ഞു തരും. ഇതിൽ മെയിനായിട്ട് മണി മാർക്കറ്റിനെയും ക്യാപിറ്റൽ മാർക്കറ്റിനെയും കുറിച്ച് പ്രതിപാദിക്കുന്നു ഈ ഒരു ചാപ്റ്ററിനകത്ത്. മണി മാർക്കറ്റ് മെയിൻലി കോൺസെൻട്രേറ്റഡ് ഇൻ ഷോർട്ട് ടേം ഫണ്ട്, ബട്ട് ഇൻ ദി കേസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് മീഡിയം ആൻഡ് ലോങ് ടേം ഫിനാൻസിനെ കുറിച്ചിട്ടും പ്രതിപാദിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറഞ്ഞു വരുന്നത്. അതോടൊപ്പം തന്നെ സെബിയെ കുറിച്ചിട്ട് പറയുന്നു, അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ട് പറയുന്നു. അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നു. ദെൻ ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നു. ഇന്ത്യയിലെ മുഖ്യധാരയിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായിട്ടുള്ള NSE, BSE, OTC അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന OTC എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നെക്സ്റ്റ് 11th ചാപ്റ്റർ മാർക്കറ്റിംഗ്. നോക്കാം. 11ാമത്തെ ചാപ്റ്ററിലൂടെ മാർക്കറ്റിംഗ് അഥവാ വിപണി എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. What do you mean by marketing? It is the flow of goods and services from producer to the consumer. നോക്കാം. മാർക്കറ്റിംഗിനകത്ത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും എൻഡ് യൂസറിലേക്ക് അതല്ലെങ്കിൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്ന ഒരു ഫ്ലോയെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നു. ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്താണ് അഡ്വർടൈസിംഗ്, എന്താണ് പാക്കേജിംഗ്, എന്താണ് പ്രൈസിംഗ്, ലേബലിംഗ്, ബ്രാൻഡിംഗ് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തരുന്നു. അതോടൊപ്പം തന്നെ മാർക്കറ്റിംഗ് മിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നു. ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഹയർ സെക്കൻഡറി ബിസിനസ് സ്റ്റഡീസിനകത്ത് +2 ലെവൽ ബിസിനസ് സ്റ്റഡീസിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഈ ഒരു 11th ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റിംഗ്. നോക്കാം. ദെൻ 12th വൺ അഥവാ 12ാമത്തെ ചാപ്റ്ററിലൂടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നുള്ള ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഉപഭോക്തൃ സംരക്ഷണം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഈ ഒരു ചാപ്റ്ററിനകത്ത്
കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 നമുക്ക് എന്തെന്ന് പരിചയപ്പെടുത്തി തരുന്നു. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത തന്നെ ഒരു കൊമേഴ്സ് സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അഥവാ ഒരു കൺസ്യൂമറുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, അതോടൊപ്പം തന്നെ റീഡ്രസൽ ഏജൻസീസ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ചാപ്റ്ററിനകത്ത് പറഞ്ഞു തരും. കൺസ്യൂമേഴ്സിന്റെ അവകാശങ്ങൾ എന്ത്, ഉത്തരവാദിത്തങ്ങൾ എന്ത്, അതോടൊപ്പം തന്നെ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ വല്ല പരാതിയും ഉണ്ടെങ്കിൽ ഇത് ആരോടാണ് പരാതിപ്പെടേണ്ടത്, അതാണ് നമ്മൾ റിഡ്രസൽ ഏജൻസീസ് ഏതൊക്കെ എന്നുള്ളതിനെ കുറിച്ചിട്ടെല്ലാം തന്നെ വ്യക്തമായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. കൺസ്യൂമേഴ്സ് എല്ലായ്പ്പോഴും പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു വിഭാഗക്കാരാണ് എന്നുള്ള രീതിയിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ, 13th ചാപ്റ്ററിലൂടെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് പറഞ്ഞു തരുന്നു. നോക്കാം, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, എങ്ങനെ ഒരു സക്സസ്ഫുൾ എന്റർപ്രണർ ആവാം, പുതിയ ഒരു എന്റർപ്രണർഷിപ്പ് എങ്ങനെ തുടങ്ങാം, അല്ലെങ്കിൽ എന്റർപ്രൈസ് എങ്ങനെ തുടങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഈ ഒരു ചാപ്റ്ററിലൂടെ പറഞ്ഞു തരും. ഈ ചാപ്റ്ററിലൂടെ എന്റർപ്രണർ, എന്റർപ്രണർഷിപ്പ്, എന്റർപ്രൈസ് ഈ 3 കാര്യങ്ങൾ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. പുതിയതായിട്ട് ഒരു സംരംഭം എങ്ങനെ തുടങ്ങാം, എങ്ങനെ ഏറ്റവും നല്ലൊരു സംരംഭകനാവാം എന്ന് തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഈ ഹയർ സെക്കൻഡറി ലെവൽ ബിസിനസ് സ്റ്റഡീസ് 13 ചാപ്റ്ററുകളിലൂടെ അവസാനിക്കും. നോക്കാം, ഹയർ സെക്കൻഡറി ബിസിനസ് സ്റ്റഡീസ് +2 ലെവൽ ഇത്തരത്തിൽ 13 ചാപ്റ്ററുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. എന്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും നല്ലൊരു അക്കാഡമിക് ഇയർ ആശംസിക്കുന്നു. ഇന്നത്തെ എന്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ് ആൻഡ് താങ്ക് യു ഓൾ.